എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോട്ടയം, കോഴിക്കോട് ജില്ലകളുടെ LDC എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അപ്പോൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. കുളച്ചൽ യുദ്ധം നടന്നത് 1748 ആ ഒരു പ്രസ്താവന തെറ്റാണ്. കാരണം കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 അടുത്ത പ്രസ്താവന, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അത് ശരിയാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. അതിന്റെ പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരായിരുന്നു. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങി. വാസ്കോഡ ഗാമയുടെ വരവിന് 106 വർഷങ്ങൾക്ക് ശേഷമാണ് ഡച്ചുകാര് സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിനായി മലബാർ തീരത്ത് ഇറങ്ങിയത്. അപ്പൊ ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി. ഡച്ചുകാർ വരുന്നത് അതിനും 106 വർഷങ്ങൾക്ക് ശേഷമാണ്. വാസ്കോഡ ഗാമ വന്ന് 106 വർഷങ്ങൾക്ക് ശേഷമാണ് സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിനായിട്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എന്ന് തന്നെ പറയും ഡച്ചുകാര് വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റെഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അത് ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അപ്പോൾ INC പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അമരാവതി സമ്മേളനത്തിലാണ് C ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്. 1897 അമരാവതി സമ്മേളനം. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഓരോന്നായി നോക്കാം. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ മിസൈൽ മാൻ. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. തെറ്റാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ ജനനം. അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. ഇനി ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷിയല്ല, അഗ്നി ചിറകുകൾ എന്നാണ് APJ അബ്ദുൽ കലാമിന്റെ ബുക്കിന്റെ പേര്, ഗ്രന്ഥത്തിന്റെ പേര്. അപ്പോ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി ആയിരുന്നു. അത് ശരിയാണ്. ഇതിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉമാണ് തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അത് കറക്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അഗ്നി ചിറകുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. മലയാളിയായിട്ടുള്ള VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ആൻസർ ഓപ്ഷൻ ബി. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? അഡ്വക്കേറ്റ് K രാജൻ ആണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, പ്രസ്താവന 1, സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ സമ്മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ ഈ 2 പ്രസ്താവനകളിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അത് ശരിയാക്കുന്നത് എങ്ങനെയാണ്? സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ സമ്മർദ്ദ ചെരിവ് കുറവായിരിക്കും. അതായത് നേരെ ഓപ്പോസിറ്റ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ സമ്മർദ്ദ ചെരിവ് കുറവായിരിക്കും എന്നാണ് അത് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ശരിയായ പ്രസ്താവന 2 മാത്രമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഓപ്ഷൻ എ ആണ് തീവ്ര ഉപജീവന കൃഷി, ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആണ് കേരളത്തിൽ കൂടുതലായിട്ട് വരുന്ന
കാർഷിക സമ്പ്രദായം. തെക്കേ ഇന്ത്യൻ സമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ആൻസർ മസാക്കറിൻ ഹൈ എന്ന് പറയുന്ന ഉച്ചമർദ്ദ മേഖല. മസാക്കറിൻ ഹൈ എന്നറിയപ്പെടുന്ന ഉച്ചമർദ്ദ മേഖലയാണ് ഈ ഒരു കാര്യത്തിന് കാരണം. എന്ത്? തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്ന ഒരു ഉച്ചമർദ്ദ മേഖലയാണിത്. ഇത് കാരണം ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നു. അപ്പൊ അതിന് കാരണമായ ഉച്ചമർദ്ദ മേഖല മസാക്കറിൻ ഹൈ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന ജലവിഭാജകം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പശ്ചിമഘട്ടമാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഫലനം അഥവാ ഫോൾഡിംഗ് കാരണം രൂപപ്പെട്ടിരിക്കുന്ന മടക്ക് പർവ്വതനിരയാണ് ഹിമാലയ പർവ്വതം. അത് ശരിയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. അതും ശരിയാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ്. അതും ശരിയാണ്. അപ്പൊ ഇതിലെല്ലാനും ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകളൊന്നുമില്ല. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. CS മീനാക്ഷി. നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓരോന്നായി നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അത് ശരിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവം കാരണം ബെനിഫിറ്റ് കിട്ടിയത് ഗോതമ്പ് കർഷകർക്കാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. അത് ശരിയാണ്. കാരണം ഇത്തരത്തിലുള്ള പല ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചതിൽ തന്നെ ധനികരായിട്ടുള്ള കർഷകർക്കാണ് അത് കൂടുതൽ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നു. അപ്പൊ ധനികരായിട്ടുള്ള കർഷകരും ദരിദ്രരായിട്ടുള്ള കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഹരിത വിപ്ലവം കാരണമായി. അടുത്തത്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അത് ശരിയാണ്. ഹരിത വിപ്ലവ കാരണമാണ് ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ ആൻസർ ഇതിൽ ശരിയായത് ചോദിച്ചത് കൊണ്ട് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ആണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1995. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. IBRD. അതിന്റെ ഫുൾ ഫോം വരുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് IBRDയുടെ പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഗൾഫ് യുദ്ധം. അതൊരു കാരണമാണ്. ശരിയാണ്. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്. അതും ശരിയാണ്. ഉയർന്ന ഫിസ്ക്കൽ കമ്മി. അത് ശരിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഈ പറഞ്ഞ 4 കാരണങ്ങളും 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങളാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ഓപ്ഷൻ സി ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്. നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. അത് തെറ്റാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. അതാണ് ശരി. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ വരുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നതാണ് ഇന്ത്യയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ചോദിച്ചതുകൊണ്ട് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്.
ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അത് ശരിയാണ്. മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അടുത്തത്, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. തെറ്റാണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തതാണ് തെറ്റ്. 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ആൻസർ ശരിയായത് ഏതെന്ന് ചോദിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവയാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അത് ശരിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കൂ. അവർക്ക് മാത്രമേ അതിനുള്ള അധികാരം ഭരണഘടന നൽകിയിട്ടുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. അത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. അതും തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. 1 മാത്രമാണ് ശരി. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 226 റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 226ഉമാണ്. അപ്പൊ അത് നോട്ട് ചെയ്യുക. അപ്പൊ ഇതില് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 1. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ശരിയാണ്. ശിക്ഷ വിധിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അതായത് എന്തെങ്കിലുമൊക്കെ മാറ്ററിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അഡ്വൈസ് നൽകാൻ മാത്രമേ ആർക്ക് പറ്റുള്ളൂ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ആ ഒരു പവറും കമ്മീഷനുണ്ട്, കോടതിക്ക് ശുപാർശ നൽകാം എന്നുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3 3ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമല്ല. അപ്പൊ എന്താണ് നീതിയുക്തം അല്ലെങ്കിൽ നീതിയുക്തമല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്, നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നിയമങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന അവകാശങ്ങൾ നമുക്ക് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നതാണ്. സമീപിക്കാമെങ്കിൽ അത്തരം കാര്യങ്ങൾ നീതിയുക്തമാണ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺസിന് എല്ലാവർക്കും നിർബന്ധമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. അപ്പൊ അത്തരം അവകാശങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്താണ്? നീതിയുക്തമാണ് എന്ന് പറയാം. പക്ഷെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയല്ല. അത് നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ എങ്ങനെ ഭരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണത്. അപ്പൊ അത് നമുക്ക് കിട്ടിയില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരു സിറ്റിസന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല, അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? നീതിയുക്തം അല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അത് ശരിയാണ്. മൗലിക അവകാശങ്ങൾ നമുക്ക് എന്തായാലും നേടി അല്ലെങ്കിൽ എന്തായാലും ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പക്ഷെ അതിന് പുറമെയുള്ള ചില അവകാശങ്ങളാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളാണ് ഇവ. അതും ശരിയാണ്. അതായത് ഇനി നമ്മുടെ സമൂഹം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് എന്തൊക്കെ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു ഡയറക്ഷൻസ് ആണ് ഈ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സും. അപ്പോൾ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉമാണ് ശരി. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഏക പൗരത്വ നിയമം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, അത് ശരിയാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, അതും ശരിയാണ്. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക, അത് തെറ്റാണ്. അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്ര 25ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.